ചാനൽ ചർച്ചകളിൽ ക്ഷമയില്ലാത്ത ക്ഷമയെ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. അതിനെതിരെ വലിയ വിമർശനവുമായി അവർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ജംബോ പട്ടികയാണ്. സന്ദീപ് വാര്യറിന് നൽകിയതുപോലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു കസേരയെങ്കിലും കൊടുക്കാമായിരുന്നു. ഒരു ക്ഷമയുമില്ലാത്ത ആൾക്കാണ് ഷമ മുഹമ്മദ് എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു ക്ഷമയുമില്ല. തോന്നി ക്ഷമിക്കണ്ടേ, ചെറുപ്പക്കാരിയല്ലേ, ഇനിയും പദവികളൊക്കെ തേടിയെത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും എന്നൊക്കെ വിശ്വസിച്ചുകൂടെ? പെട്ടെന്ന് ഇങ്ങനെ കടുത്ത പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് ഈ ക്ഷമയുടെ ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് ഒരു കാര്യമില്ല, രാഷ്ട്രീയം ഒട്ടുമില്ലാതെ ക്രിക്കറ്റിലേക്ക് കയറിയിട്ട് രോഹിത് ശർമ്മ വളരെ വിജയകരമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന, എല്ലാ മത്സരങ്ങളും ജയിച്ചു കൊണ്ടുവരുന്ന ജൈത്രയാത്ര നടത്തിയ രോഹിത് ശർമ്മയെ മസിലില്ലെന്ന് പറഞ്ഞ് കളിയാക്കി. അദ്ദേഹത്തിന് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല എന്നും പറഞ്ഞ് കളിയാക്കി. കുടവേറുണ്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞ്. എന്തിനാ? ഷമാ മുഹമ്മദിൻ്റെ ഏരിയ അല്ലല്ലോ ഇതൊക്കെ. കോൺഗ്രസിൻ്റെ കാര്യങ്ങളല്ലേ പറയേണ്ടത് കോൺഗ്രസ് വക്താവ്. സ്പോർട്സിൻ്റെ കാര്യങ്ങൾ പറയാൻ വേറെ ആൾക്കാരില്ലേ? അദ്ദേഹം ഏതെങ്കിലും മത്സരം തോറ്റെങ്കിൽ അത് പറയാം. അദ്ദേഹത്തിന് മസിലില്ല എന്ന് പറയുമ്പോൾ അത് തരംതാണ ബോഡി ഷെയ്മിങ്ങാണ്. ആ ബോഡി ഷെയ്മിങ്ങിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് വയറുണ്ടോ, കവിളി ചാടിയിട്ടുണ്ടോ, മസിലുണ്ടോ, ഇതൊന്നും നോക്കേണ്ട വേറൊരാൾക്കും. അത് മര്യാദകേടാണ്. അതാണ് അവർ ചെയ്തത്. അതായത് ഷമാ മുഹമ്മദിനെ വെച്ചിരിക്കുന്ന അവരുടെ കഴിവുകൊണ്ട് ഒന്നുമല്ല. ഷമാ മുഹമ്മദ് ഒരു പോയിന്റും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. വക്താവെന്നുള്ള നിലയിൽ, ദേശീയ വക്താവെന്നുള്ള നിലയിൽ ഒരു വൻ പരാജയം, വൻ തോൽവി തന്നെയായിരുന്നു അവർ. അപ്പോൾ എന്നിട്ട് ക്ഷമ കെട്ടിട്ട് ഇത്രയും നാൾ അവരെ സഹിച്ച കോൺഗ്രസിനോട് ചോദിക്കുകയാണ്, എന്നെ എന്താണ് ഇതിലെങ്ങും ഉൾപ്പെടുത്താത്തത്? കഴിവ് മാത്രമാണോ മാനദണ്ഡം? അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഷമാ മുഹമ്മദിൻ്റെ കാര്യത്തിൽ ഒരു പ്രാഗൽഭ്യവും ആ വക്താവെന്നുള്ള നിലയിൽ തെളിയിച്ചിട്ടില്ല. ചാനൽ ചർച്ചകളിലും തെളിയിച്ചിട്ടില്ല. ചാനൽ ചർച്ചകളിൽ കൗണ്ടർ ചെയ്യാൻ ഒരു പോയിന്റും ഷമാ മുഹമ്മദിന് ഇല്ല എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ചർച്ചകളും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം തർക്കിച്ച് അവസാനിപ്പിക്കും. വെറും പ്ലാറ്റിറ്റ്യൂഡ്സ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് കൗണ്ടർ ചെയ്യാനുള്ള ശക്തമായിട്ടുള്ളൊരു പോയിന്റ്, അതാണല്ലോ വേണ്ടത്. അതില്ല. അതാണ് ഷമാ മുഹമ്മദ്. അവിടെ ഇരിക്കുന്നു, ആളിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഫേസ് ലുക്കുണ്ട്, അതൊന്നും കുഴപ്പമില്ല, കാര്യങ്ങളല്ല. പക്ഷേ ഈ അപ്പിയറൻസ് മാത്രം പോരല്ലോ, കണ്ടന്റ് വേണ്ടേ, ഉൾക്കാഴ്ച വേണ്ടേ? ആ കാര്യത്തിലൊക്കെ വൻ പരാജയമാണ്, വൻ തോൽവിയാണ്. രോഹിത് ശർമ്മ വൻ വിജയമായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ പക്ഷേ അത്ര സുന്ദരനല്ലായിരിക്കാം, പക്ഷേ വൻ വിജയമായിരുന്നു അദ്ദേഹം ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളത്. എന്നിട്ടും പിന്നെ ഇതിൽ സ്ഥാനം വേണമെന്ന് പറയുക. പക്ഷേ സ്ഥാനാർത്ഥിത്വം കിട്ടുമായിരിക്കും. കാരണം ഡെമോഗ്രാഫിക് പരിഗണന വെച്ചിട്ട് സ്ഥാനാർത്ഥിത്വം കിട്ടാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഷമാ മുഹമ്മദ് കുറച്ചുകൂടി ക്ഷമ കാണിക്കണം. കോൺഗ്രസ് ആകപ്പാടെ ഇപ്പോൾ ജംബോ ക്യാബിനറ്റായിട്ടും പലരും ഇപ്പോൾ അതൃപ്തരാണ് കോൺഗ്രസ്സിൽ. അപ്പോൾ എന്നതുകൊണ്ട് ഷമാ മുഹമ്മദിനെ പോലെ ആൾക്കാർ കുറച്ച് ക്ഷമ കാണിക്കുക. നമുക്ക് നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ. അല്ല, അവർക്ക് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കണ്ണൂരിൽ കഴിഞ്ഞ തവണ മത്സരിക്കാൻ നടത്തിയിരുന്നു, വടകര സീറ്റ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ചുമതല കിട്ടി ഇവിടെ ഒരു MLA MP ആകാനുള്ള ഒരു ശ്രമമായിരുന്നല്ലോ. അതല്ലേ ഇപ്പൊ പരാജയപ്പെട്ടിരിക്കുന്നത്? പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നല്ലാതെ നമുക്കിപ്പോൾ ഡെമോഗ്രാഫി അനുസരിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി സ്ത്രീകളെയും നോക്കുമ്പോൾ അവർക്ക് പരിഗണന കിട്ടാം. അതുകൂടാതെ ന്യൂനപക്ഷം എന്നുള്ള ആളെന്നുള്ള നിലയിൽ നോക്കുമ്പോഴും പരിഗണന കിട്ടിക്കൂടെ? അല്ല, അത് സാറ് നമ്മളത് പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലതിക സുഭാഷ് ഈ കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിലെത്തി തല മുണ്ടനം ചെയ്യുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. പക്ഷേ ലതിക സുഭാഷ് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഇവർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ന്യൂനപക്ഷത്തിൻ്റെ ഇതിൽപ്പെട്ട ലഭിക്കും ആളുകൾ കുറവാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ. മുസ്ലിം ലീഗിൽ നിന്നാണ് ആളുകളുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ചിലപ്പോൾ ജയിക്കുന്ന സീറ്റ് ആയിരിക്കില്ല, കൊടുക്കാൻ സാധ്യത ഇപ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കുക, കോൺഫിഡൻസ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി പലതവണ സംസാരിക്കുന്ന, രാജ്യത്തിനെതിരായി സംസാരിക്കുന്ന ഒരു വനിത കൂടിയാണല്ലോ ഷമ. അപ്പോൾ അവർക്ക് ആ പരിഗണനയെങ്കിലും നൽകാമായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി നല്ല ബന്ധം സൂക്ഷിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KC വേണുഗോപാൽ ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത്. KC വേണുഗോപാൽ തന്നെയാണ് ഷമ. രാഹുൽ അറിഞ്ഞിരിക്കില്ല, രാഹുൽ ഗാന്ധി. അതെ, അറിഞ്ഞിരിക്കില്ല. അദ്ദേഹം ഇവിടെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന് വേറെ ഉണ്ട്. അമേരിക്കൻ ട്രംപ് എന്ത് പറയുന്നു, അല്ല ഷമാ മുഹമ്മദ് എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കില്ല. ട്രംപ് എന്ത് പറയുന്നു ഇന്ത്യക്കെതിരായിട്ട്, അത് വെച്ചുകൊണ്ടായിരിക്കും മറുപടി പറ. ട്രംപിന് അപ്പോൾ ഇൻ്റർനാഷണലാണ് അവരുടെ പൊളിറ്റിക്സ്. ട്രംപ് പറയുന്നതിന് പ്രധാനമന്ത്രി മോദി പറയുന്നത്. ഇവരെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കോൺഗ്രസ് നന്നാവണമെന്നൊന്നും അവർക്ക് താല്പര്യമില്ല. അങ്ങനെ അവർ തമ്മിലൊരു സുഹൃത്തുക്കളായിട്ടിരിക്കുന്നില്ല, ശത്രുക്കളായിട്ട് മാറ്റണം എന്നുള്ളതാണ്. അപ്പം ട്രംപ് എന്താ അതിനകത്തും പറഞ്ഞിരിക്കുന്നത്? മോദിയുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ബഹുമാന്യനായ വ്യക്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ റഷ്യയെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം.
അതിന് കൊണ്ടു നിൽക്കാനൊന്നും ഇന്ത്യക്ക് താല്പര്യമില്ല. കാരണം റഷ്യ എന്ന് പറഞ്ഞ ഒരു ഭീകര രാഷ്ട്രമല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഒരു ഭീകര രാഷ്ട്രമല്ല. ഭീകരരാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാനെ നിങ്ങൾ തകർക്കാൻ നോക്ക്, ഇന്ത്യ കൂടെ നിൽക്കാം. ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തകർക്കാൻ നിൽക്ക്. ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ, അഫ്ഗാനിസ്ഥാനിലെ ഭീകരത, അൽ ഖ്വയ്ദയുടെ ഭീകരത തകർക്കാൻ ഞങ്ങളൊപ്പം നിൽക്കാം. നിങ്ങൾ ആരെയാണ് കൂട്ടുപിടിച്ചതെന്ന്? അമേരിക്ക, ട്രംപല്ല. കൂട്ടുപിടിച്ചത് നിങ്ങൾ പാകിസ്ഥാനെയാണ്. ഇപ്പോൾ അനുഭവിക്കുക. ആ രണ്ട് രാജ്യങ്ങളും ഭയങ്കര യുദ്ധം നടക്കുകയാണ്. ഖത്തറും സൗദി അറേബ്യയും ഒക്കെ കൂടെ വിചാരിച്ചിട്ടും നിർത്താൻ പറ്റാതെ അവരുടെ ഒറ്റ സുഹൃത്തായിട്ട് തുർക്കി നിസ്സഹായമായിട്ട് നിൽക്കുക. പാകിസ്ഥാൻ്റെ യുദ്ധമാണ്, കൊടും യുദ്ധം തന്നെ നടക്കുകയാണ്. പ്രാകൃതമായ യുദ്ധം തന്നെ നടക്കുകയാണ്. കൊച്ചു കുട്ടികളെ വരെ കൊല്ലുന്നത്. അതുപോലെ പ്രാകൃതന്മാരാണ് ഈ ഹമാസുകാർ. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ മണ്ണിൽ പ്രാകൃതമായിട്ട് അവർ പെരുമാറിയത്, ശവങ്ങളെ, ബന്ദികളെ കൊന്നത്. അതോടൊപ്പം തന്നെ ഈ ഷമാ മുഹമ്മദ് മാത്രമല്ല, മുരളീധരൻ, കെ മുരളീധരൻ രംഗത്ത് വരുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിരുന്നു. ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ കോൺഗ്രസിനുള്ളിൽ ഒരു തമ്മിലടി രൂക്ഷമാവുകയാണ്. കോൺഗ്രസിനടി ഉള്ളിൽ തമ്മിലടി അബിൻ വർക്കിയും പറഞ്ഞില്ലേ നേരത്തെ. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ച ഇതിനേക്കാൾ രൂക്ഷമായ ചോദ്യം, മതമാണോ പ്രശ്നം? ഷമീം മുഹമ്മദ് അങ്ങനൊന്നും ചോദിച്ചില്ല, മെറിറ്റാണോ പ്രശ്നമെന്നേ ചോദിച്ചുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന അസ്ഹറുദ്ദീൻ ചോദിച്ച അതേ ചോദ്യം തന്നെയായിരുന്നു എബിൻ വർക്കി ചോദിച്ചത് എൻ്റെ മതമാണോ എൻ്റെ പ്രശ്നമെന്നാണ് ചോദിച്ചത്. അതൊരു വലിയൊരു അമ്പല്ലേ, കൂരമ്പല്ലേ ചെയ്തിരിക്കുന്നത്. മുരളീധരൻ പറഞ്ഞ എല്ലാ വശങ്ങളും നോക്കിയാണ് പരിഗണിച്ചിരിക്കുന്നത്. ജിനേഷിൻ്റെ ഈ എല്ലാ വശങ്ങളും ശരിയല്ലായിരിക്കും അബിൻ വർക്കിയുടെ, അതായിരിക്കും കാര്യം. പക്ഷേ ഇപ്പോൾ മുരളീധരൻ്റെ കുറച്ച് സൗഹൃദമുള്ള, മുരളീധരനോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ പരിഗണിച്ചിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞിട്ട് പോലും പരിഗണിച്ചില്ല. അല്ല, ഇദ്ദേഹം എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കെ സി വേണുഗോപാലിൻ്റെ തീരുമാനങ്ങളായിപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആയിട്ട് പോലും മുരളീധരൻ അതിനെ സപ്പോർട്ട് ചെയ്യുക, എല്ലാ വശങ്ങളും പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് ന്യായീകരിക്കുകയാണ് കെ മുരളീധരൻ ചെയ്തത്. ഇനി വ്യംഗ്യമായിട്ട് അദ്ദേഹം ഒരു കലാപം നടത്തുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞത് വാക്കുകൾ പുറത്തു വന്ന ഇതാണ്. പക്ഷേ അങ്ങനെയല്ല, മുരളീധരൻ എല്ലാ കാര്യങ്ങളും തുറന്ന് അപ്പോൾ തന്നെ വെട്ടിത്തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അതൊരു ബാലൻസിങ് ആക്ട് ആയിരുന്നു. കാരണം സണ്ണി ജോസഫ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കൂടെ ക്രിസ്ത്യനാവണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നാണ്. ജിനേഷിൻ്റെ ജാതിയും മതമൊന്നും എനിക്കറിയില്ല, അദ്ദേഹത്തിന് എനിക്കറിയില്ലേ. പക്ഷേ അല്ല, അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളല്ല എന്ന് തോന്നുന്നു. ഉറപ്പുവരുത്തിയാണ് ആക്കിയിരിക്കുക. അങ്ങനെ ഒരു ഇവരെല്ലാം എടുക്കുന്ന കമ്മ്യൂണൽ തീരുമാനങ്ങളാണ് കോൺഗ്രസിൻ്റെ. പക്ഷേ സെക്യുലർ പാർട്ടി എന്നാണ് പേര്. കഴിവ് നോക്കിയല്ലേ ആക്കേണ്ടത്. ക്ഷമ പറഞ്ഞതുപോലെ കഴിവ് നോക്കി തന്നെയാണ് ആവേണ്ടത്. പിന്നാക്കക്കാരുടെ കാര്യത്തിൽ മാത്രം. സാറ് വ്യക്തിപരമായി പട്ടിക പരിശോധിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? കലാപങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത്. കോൺഗ്രസ്സിൽ എപ്പോൾ പട്ടിക ഇതുവരെ പുറത്തുവിടാൻ താമസിച്ചത് തന്നെ കലാപം ഉണ്ടാവും എന്ന് വിചാരിച്ചു തന്നെയാണ്. ആ കലാപം ഉണ്ടായില്ല. അതാ ഏറ്റവും യോഗ്യരായ എല്ലാവരും ആ ലിസ്റ്റിലുണ്ടോ? ഇല്ലെന്ന് തന്നെ അഭിപ്രായം. യോഗ്യത നോക്കാൻ പറ്റുകയില്ല. കോംപ്രമൈസാണ് നടക്കുന്നത്. കലാപം ഉണ്ടാക്കുന്നവരെ അക്കോമഡേറ്റ് ചെയ്യുക, എന്നിട്ട് തന്നെ കലാപം ഉണ്ടാവുമല്ലേ. അബിൻ വർക്കി കലഹിക്കുമെന്ന് അവർ വിചാരിച്ചു കാണില്ല, കൊണ്ട് കലഹിച്ചു. ഷമാ മുഹമ്മദ് കലഹിച്ചു. ഈ കലഹം ഒരു നിരന്തര പ്രക്രിയയായിട്ട് ഇനി മുന്നോട്ട് പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കെ സുധാകരൻ ചെറുതായിട്ട് കലഹിച്ചു, അദ്ദേഹം കലഹിച്ചില്ലെങ്കിൽ SNDP യോഗം കലഹിച്ചു. അങ്ങനെ കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ പൊടുന്നനെ ഒരു കലാപമൊന്നും പൊട്ടി പുറപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരവുമാണെന്നാണ് പൊതുവെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. കാരണം ഈ ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ 10-70 പേരുണ്ടല്ലോ. 58 പേരുണ്ടായി. ജനറൽ സെക്രട്ടറി 58, പിന്നെ വൈസ് പ്രസിഡന്റ്, ഇനി സെക്രട്ടറിമാരുണ്ട്. ഇപ്പോൾ ഒരു 100-ന് പുറത്ത് പോകുമല്ലേ പോയത്. അത് ഈ കലാപം ഉണ്ടായിരിക്കാൻ വേണ്ടി ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്. എന്നിട്ടും കലാപത്തിന്റെ തീപ്പൊരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും ശക്തമായിട്ട് ഈ ജംബോ പട്ടിക കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ പാർട്ടിക്ക്? ജംബോ പട്ടിക എല്ലാം ഇടാൻ പറ്റില്ല. കലാപം ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ ഇപ്പം പ്രച്ഛന്ന വേഷത്തിലുള്ള കലാപം മാത്രമേ ഉള്ളൂ. മറ്റേത് അങ്ങനല്ല, പൊടുന്നനെ കലാപം പൊട്ടിപ്പുറപ്പെടും. ഇപ്പം അവിടെ കണ്ടില്ലേ, പറ്റ്നയിലെ നേതാക്കന്മാർക്ക് നേരെ അവിടെ വിക്രം എന്ന് പറയുന്ന സ്ഥലത്തെ മണ്ഡലത്തിലെ പ്രവർത്തകർ നടത്തിയ കലാപം കണ്ടില്ലേ? അടിയായിരുന്നു, യുദ്ധമായിരുന്നു. വിമാനത്തിൽ നിന്ന് ഇറങ്ങിയതും അടിച്ച് നിരപ്പാക്കിയില്ലേ മുഴുവൻ പേരെയും. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ചെയ്തത്. ഇതുപോലൊന്നും നേരത്തെ കണ്ടിട്ടില്ലെന്നാണ് പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ കലശലായ അടിച്ച് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടുമായിരുന്നു. കാറിനകത്ത് കയറി പലർക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിയെന്നാണ് പറയുന്നത്. പുറത്തു വിടാതിരിക്കുന്നതാണ്.
അത്ര മുട്ടൻ അടിയാണ് അവരിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് തന്നെ കോൺഗ്രസിന് കിട്ടിയത്. രാഹുൽ ഗാന്ധി പേടിച്ചിരിക്കുകയാണ്, പട്നയിലേക്ക് പോകാതിരിക്കുകയാണ്. അടുത്തത് തനിക്കായിരിക്കും എന്ന് പറഞ്ഞു. 5 കോടി രൂപയ്ക്ക് വിറ്റു എന്നാണ്. 5 കോടി രൂപയ്ക്ക് ഒരു നിയമസഭാ സീറ്റ് വിറ്റു. റേറ്റ് കൂടുതലല്ലേ ഇത്? പണ്ട് ഇത്രയും റേറ്റ് ഉണ്ടായിട്ടില്ല. അതാണ് കാര്യം. പണ്ട് 1 കോടിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ റേറ്റ് കൂട്ടാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അദ്ദേഹത്തിന് വിദേശ യാത്ര ചെലവുണ്ട് കുറച്ച്. അതെ അതെ, അതാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.